അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചൂരിയിലെ മുഅദ്ദിനായിരുന്ന ഇസ്ലാമിക പണ്ഡിതൻ റിയാസ് മൗലവിയെ രാത്രിയിൽ RSS കാബാലികർ വന്നുകൊണ്ട് കഴുത്തറുത്തു കൊന്നു. കൃത്യമായി പറഞ്ഞാൽ 7 വർഷവും 7 ദിവസവും കോവിഡ് കാലാവസ്ഥയിൽ പോലും ജാമ്യം കൊടുക്കാതെ ജയിലിലടച്ച RSS പ്രവർത്തകർ ഇപ്പോൾ നിരപരാധികളായിരിക്കുന്നു. അവരെ വെറുതെ വിടുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വേദനാജനകമായ വിധിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബമോ കേരളമോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിധിയാണ് ഇന്ന് കേൾക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. കാസർഗോഡ് എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെത് തന്നെ നിർണായകമായ ഒരു വിധിയായിരുന്നു കേരള ജനത പ്രതീക്ഷിച്ചത്. കേരളത്തിൽ ഇനി ഒരിക്കലും ഒരു മതത്തിന്റെ പേരിലും ഒരു മരണവും നടക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന സമാധാനകാംക്ഷികളായ കേരള ജനതയ്ക്ക് വേദനാജനകമായ വിധിയാണ് കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചിരിക്കുകയാണ്. വോട്ടുകൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ഓടി നടക്കുകയാണ്. ഈ അവസരത്തിൽ തന്നെ ഈ വിധി വന്നതും നാം ഭയത്തോടു കൂടി നോക്കിക്കാണേണ്ടതാണ്. മതത്തിന്റെ പേരിലായാലും രാഷ്ട്രീയത്തിന്റെ പേരിലായാലും ഏത് നിരപരാധിയെയും ആർക്കും കൊല്ലാം, ആർക്കും ക്രൂരമായി ആക്രമിക്കാം. ഒരു നിയമത്തിനും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു സന്ദേശം ഈ വിധിയിലൂടെ വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സമാധാനം ആഗ്രഹിക്കുന്നവർ ഭയത്തോടു കൂടിയല്ലാതെ ഈ വിധിയെ നോക്കിക്കാണാൻ സാധ്യമാവുകയില്ല. ഞങ്ങൾക്കെന്തും ചെയ്യാമെന്ന, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന ഒരു തന്റെ ഇടം കൈവരിക്കാൻ അക്രമികൾക്ക് ഉതകുന്ന വിധത്തിലാണ് വിധിയുണ്ടായിട്ടുള്ളത്. അങ്ങേയറ്റം നിരാശാജനകമാണെങ്കിലും ബഹുമാനപ്പെട്ട കോടതി വിധികളെ നാം അംഗീകരിക്കേണ്ടതുണ്ട്. അത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഓരോ സമാധാനം ആഗ്രഹിക്കുന്ന കേരള ജനതയുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് അവസാന വിധിയല്ല. നമുക്ക് അപ്പീൽ പോകാം, നമുക്ക് നീതി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യ രാജ്യത്ത് നീതി ലഭിക്കുന്നതിനായി നമുക്ക് ഒത്തൊരുമയോടുകൂടി നിൽക്കാം, ക്ഷമ കൈവിടാതിരിക്കാം. ഈ വിധി വന്നതിന്റെ പേരിൽ ആരും തന്നെ അക്ഷമരായിക്കൊണ്ട് ഒരു കലാപത്തിലേക്ക്, ഒരു സംഘർഷത്തിലേക്ക് പോകാൻ പാടില്ല. വിശുദ്ധമായ റമദാനിന്റെ പവിത്രമായ രാവും പകലുകളുമാണ് നമുക്കുള്ളത്. അള്ളാഹുവിനോട് നമുക്ക് നിരന്തരമായി നീതി നടപ്പായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അനീതി നശിച്ചു കാണാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനായി നമുക്ക് നിയമാനുസൃതമായി പോരാടാം. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു അനീതിയും ഉണ്ടാവാൻ പാടില്ല. നാം നീതിയുടെ വക്താക്കളാണ്, നാം സമാധാനത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അസമാധാനമുണ്ടാകുന്ന ഒരു പ്രവർത്തനമോ ഒരു വാക്കോ നമ്മളിൽ നിന്ന് ഉണ്ടായിക്കൂടാ. ജഗനിയന്താവായ അള്ളാഹുവിനോട് നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം. എല്ലാ ജഡ്ജിയേക്കാളും, എല്ലാ മേലധികാരിയേക്കാളും ഏറ്റവും വലിയ മേലധികാരി, ഏറ്റവും വലിയ ജഡ്ജി അള്ളാഹുവാണ്. ഈ വിധി ഇങ്ങനെയാവണമെന്ന് ഉദ്ദേശിച്ചതും അള്ളാഹു തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുക. നമുക്ക് വേദനാജനകമായ വിധി വന്നതിന്റെ പേരിൽ മറ്റൊരുത്തന് വേദനയുണ്ടാകുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാ. ഈ അവസരത്തിൽ ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനി നമ്മോടൊപ്പം പ്രതികരിക്കാനില്ലാതെ പോയത് വലിയ ഖേദകരമാണ്, വലിയ നഷ്ടമാണ് നമുക്കുള്ളത്. നമുക്കറിയാം,
ഗുജറാത്തിന്റെ ചരിത്രവും ബഗൽപൂരിന്റെയും ജബൽപൂരിന്റെയും ഭീവണ്ടിയുടെയും ചരിത്രം പറഞ്ഞു തന്നത് അബ്ദുൽ നാസർ മാദനിയായിരുന്നു. അവിടെ നടക്കുന്ന കൊടും ക്രൂരതകളെ കുറിച്ച് ലോകമറിഞ്ഞത് അബ്ദുൽ നാസർ മാദനിയുടെ നാവുകളിലൂടെയായിരുന്നു. അന്ന് തന്നെ അദ്ദേഹം ഇന്ന് നടക്കാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നമ്മെ ഉണർത്തിയിരുന്നു, നമ്മെ ബോധവൽക്കരണം നടത്തിയിരുന്നു. നമ്മളത് മൈൻഡ് ചെയ്യാതെ പോയി. അറിഞ്ഞവർ മൗനം പാലിച്ചു എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ ഇനിയും കയറൂരി വിട്ടാൽ അദ്ദേഹം സത്യങ്ങൾ വിളിച്ചു പറയും, ജനങ്ങൾക്കത് ബോധ്യപ്പെടുമെന്ന് മനസ്സിലാക്കിയ തൽപര കക്ഷികൾ യാതൊരു തെറ്റും ചെയ്യാതെ അദ്ദേഹത്തെ നിഷ്ഠൂരമായി ജയിലിൽ അടച്ചു. 14 വർഷത്തോളം കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായി പീഡിപ്പിക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടെങ്കിലും ഉടനെ തന്നെ ബാംഗ്ലൂരിലേക്ക് നാടുകടത്തപ്പെടുകയാണ് ഉണ്ടായത്. ജയിലിൽ അടച്ചതിന്റെ കാരണമായി അദ്ദേഹത്തിന് വേണ്ട വിധത്തിലുള്ള പോഷകാഹാരങ്ങൾ ലഭിക്കാതിരുന്നു. ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായതൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്തിനു വേണ്ടിയായിരുന്നു? അദ്ദേഹത്തിന്റെ ഭാര്യയായ സൂഫിയ മഅദനിക്ക് വേണ്ടിയായിരുന്നു? അല്ല, മക്കളായ സ്വലാഹുദ്ദീൻ അയ്യൂബിക്ക് വേണ്ടിയായിരുന്നു? ഉമർ മുഖ്താറിന് വേണ്ടിയായിരുന്നു? അദ്ദേഹത്തിന് സ്വന്തമായി സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നോ? പണത്തിനു വേണ്ടിയായിരുന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ കേരളത്തിൽ ഏറ്റവും നല്ല പ്രഭാഷകൻ അബ്ദുൽ നാസർ മാദനിയായിരുന്നു. അബ്ദുൽ നാസർ മാദനിക്ക് ഒരുപാട് കാലം പ്രസംഗിച്ചു നടന്നാൽ കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ കേരളത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അദ്ദേഹം ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ എന്നല്ല, ഇന്ത്യ രാജ്യത്ത് തന്നെ പീഡനം അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സവർണരാൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്ന, കൊല്ലപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, പീഡിതർക്ക് മോചനത്തിന് വേണ്ടി, അവർണർക്ക് അധികാരം കിട്ടാൻ വേണ്ടി ശബ്ദിച്ചു. നീതി പുലർന്ന് കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിന്റെ പേരിലാണ് അദ്ദേഹം ഇന്ന് കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വന്നത്, അവിടെ നിന്ന് ബാംഗ്ലൂർ ജയിലിൽ കിടക്കേണ്ടി വന്നത്, അവിടെ നിന്ന് ആരോഗ്യമെല്ലാം ക്ഷയിച്ചുകൊണ്ട് ഇനി നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തില്, ഒരാളോട് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തില് ചേതനയറ്റ ശരീരം പോലെ ഇന്ന് വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയായിരുന്നു. ആ ഓർമ്മ പലർക്കും ഇല്ലാതെ പോയി. ആ ഓർമ്മ പലർക്കും ഇല്ലാതെ പോയതാണ്. റിയാസ് മൗലവി 7 വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് നിന്ന് കൊല്ലപ്പെട്ടത്. ആ ഓർമ്മ പലർക്കും ഇല്ലാതെ പോയതാണ്. കലാപങ്ങൾ ഉണ്ടായത് ആ ഓർമ്മ പലർക്കും ഇല്ലാതെ പോയതാണ്. ഒട്ടനവധി നിരപരാധികൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടത്. ആ ഓർമ്മ പലർക്കും ഇല്ലാതെ പോയതാണ്. പല പള്ളികളുടെയും ചുമരിൽ ജയ് ശ്രീരാം എന്ന് എഴുതി വെക്കപ്പെട്ടത്. ആ ഓർമ്മ പലർക്കും ഇല്ലാതെ പോയതാണ്. ഈ റമദാനിൽ പോലും തറാവീഹ് നിസ്കരിക്കാൻ പോയ ചെറുപ്പക്കാരെ ക്രൂരമായി മർദ്ദിച്ചത് സ്വന്തം താല്പര്യത്തിന് വേണ്ടി. ഞാനും എന്റെ കെട്ടിയവനും കട്ടാനും മതി, മറ്റാരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്ക് സുഭിക്ഷമായി കഴിയണം, അതിന് തകരാറുകളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നതിന്റെ പേരിൽ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. ആ മറന്നതിന്റെ പരിണത ഫലമാണ് തിരുവനന്തപുരം ജില്ലയിൽ BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ചാരുന്നു എന്നതിന്റെ പേരിൽ BJP നേതാവ് 14-കാരനെ നിഷ്ഠൂരമായി മർദ്ദിച്ചത്.